السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين برضا الله. أما بعد. رب زدنا علما وحلما وفهما وعقلا وذبكا من أربلت من بالخير والسعادة. ബഹുമാനമുള്ള അൽഫിയ വഫത്തുഹുൽ മുഈൻ സബഖിലെ ബഹുമാനികളെ, വേണ്ടപ്പെട്ടവരെ, പ്രത്യേകിച്ച് അഹ്ലുൽ ബൈത്ത് പണ്ഡിതന്മാർ, നമ്മുടെ ക്ലാസ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരി സഹോദരന്മാർ, നമുക്ക് ഇന്ന് ഫത്തുഹുൽ മുഈനിന്റെ നജസുകളുമായിട്ട് ബന്ധപ്പെട്ട അധ്യായത്തിലെ ബാക്കി ഭാഗത്തേക്ക് പ്രവേശിക്കാം. ഇന്ന് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് വലാ യജിബു ഗസ്ലു ദക്കരിൽ മുജാമിഇ വൽ ബീളി വൽ വലദി, അവിടെയാണ്. വലാ യജിബു ഗസ്ലു ദക്കരിൽ മുജാമിഇ എന്ന് പറഞ്ഞാല് സംയോഗം ചെയ്ത ആളുടെ ലിംഗം അത് കുറച്ചോ മുഴുവനോ ഒന്നും കഴുകൽ വുജൂബ് ഇല്ല. അത് കഴുകല് വുജൂബില്ല, നിർബന്ധം ഇല്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം കഴുകണ്ട എന്നല്ല. അത് കഴുകണോ കഴുകണ്ടേ എന്ന മസ്അല എന്താണ്? കഴുകല് വുജൂബില്ല എന്നതാണ്. കാരണം അതിലുള്ള സാധനം, അതിലുള്ള റുത്തൂബത്തുൽ ഫർജിന്റെ അവിടുന്ന് പോന്നാണ് നമ്മള്. അതായത് ഗുഹ്യസ്ഥാനത്ത് ഉണ്ടാകുന്ന ആ വിയർപ്പ്, നനവ്, ആ വെള്ളം എന്നാണല്ലോ. അപ്പൊ ഇവിടെയും അത് ഉണ്ട്. പക്ഷെ ഇവിടെ ഉള്ളത് അത് ഏതാണ്? അത് മനിയായത് കൊണ്ട് തന്നെ അത് നജസ് അല്ല എന്നതുകൊണ്ട് വുജൂബ് ഇല്ല എന്നേ ഉള്ളൂ, കഴുകണ്ട എന്നല്ല. ഇനി ഒരാൾ ഇങ്ങനെ കഴുകലിനെ മറന്നു, അങ്ങനെ കൂടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, അപ്പോഴാണ് ഓർമ്മയാതെ പഠിച്ചവന് ഞാനിപ്പോ കഴുകിയിട്ടില്ലല്ലോ, ഇനിയിപ്പോ എന്താ ചെയ്യാ എന്നൊരു ഇടങ്ങേറ് ഒന്നും ആവേണ്ടതില്ല എന്നർത്ഥം. എന്താണ് എന്റെ ബസ്അര? എന്താണ്? കഴുകല് വുജൂബ് ഇല്ല, നിർബന്ധം ഇല്ല എന്നർത്ഥം. നിർബന്ധമില്ല എന്ന് പറഞ്ഞാൽ അർത്ഥം കഴുകിക്കൂടാ എന്നല്ല. കഴുകണം, സൂക്ഷ്മത, നല്ലത്, വൃത്തിയാവല്, കദൂറാത്ത് നീക്കല്, സുന്നത്താണ് കുളിയുടെ, ഒക്കെ ശരിയാണ്. പക്ഷെ ഇങ്ങനെ ഒന്ന് സംഭവിച്ചാൽ എന്താ അതിന്റെ അർത്ഥം? നിർബന്ധമില്ല എന്നേ ഉള്ളൂ. അതുപോലെ തന്നെ വൽബീളും, മുട്ടയുണ്ടല്ലോ, അതും രണ്ടാലൊരു വഴിയിലൂടെ പുറപ്പെടുക എന്ന് പറഞ്ഞാൽ അങ്ങനത്തൊക്കെയാണല്ലോ. പക്ഷെ എന്നാലും അതും എന്തില്ല, കഴുകല് നിർബന്ധമില്ല. വൽ വലതി, കുട്ടിയെ പ്രസവിച്ചു, ആ കുട്ടിയെ ഉടനെ കൊണ്ടുപോയിട്ട് വെള്ളത്തില്, നമ്മൾ കണ്ടിട്ടില്ലേ, ഇപ്പോ ആ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ പ്രസവിച്ചു കഴിഞ്ഞാല് ആ കുട്ടിയെ കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ കഴിയും, എന്നിട്ടേ ബാങ്ക് കൊടുക്കാൻ പറ്റൂ. ഈ ഒരു അപകടനില ഉണ്ട്. അതുകൊണ്ട് നമ്മുടെ ക്ലാസ് ശ്രദ്ധിക്കുന്ന സഹോദരിമാരൊക്കെയും പ്രത്യേകം അവിടെ അറിയിപ്പ് കൊടുക്കുക. പ്രസവിച്ച് കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് വൈകണ്ട, പെട്ടെന്ന് ഞങ്ങളുടെ കയ്യിൽ തരണേ, ഞങ്ങൾക്ക് ബാങ്ക് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് കൊടുക്കാം. എന്നിട്ട് അവര് പിന്നെ കൈമേ ക്ലിപ്പോ മറ്റേതോ ഒക്കെ ഇട്ടോട്ടെ, മാറിപ്പോകുന്നതിന് കുളിപ്പിക്കലും കാര്യങ്ങളും പിന്നെന്താണെങ്കിലും ചെയ്തോട്ടെ. പക്ഷെ നമ്മുടെ കയ്യിൽ കിട്ടണം എന്ന് ഉടനെ പറയണം. അത് മറക്കാതെ നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ്. ബാങ്ക് വൈകിപ്പിക്കാൻ പാടില്ല. ആ കുട്ടി ദുന്യാവിലേക്ക് വന്നാൽ ഉടനെ കുട്ടിയുടെ ചെകിട്ടില് വലത്തേതില് ബാങ്കും ഇടത്തേതില് ഇഖാമത്തുമാണ് കൊടുക്കാനുള്ളത്. അപ്പൊ അതുകൊണ്ട് മറക്കാൻ പാടില്ല, അതാണ് ചെയ്യേണ്ടത്. വൽ വലതി, കുട്ടിയെയും. പക്ഷെ ഇവിടെ ഒന്ന് മനസ്സിലാക്കണം, ഈ കോഴിമുട്ടയിലും ഈ കുട്ടിയിലും വല്ല നജസിന്റെ പസർമ ഉണ്ടെങ്കിൽ, പസർമ നമ്മുടെ മലയാളം പറഞ്ഞാണ്, നാടൻ ഭാഷ, അത് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? കഴുകണം. അപ്പൊ കഴുകണം. അത് ഇല്ലെങ്കിലാണ്. കാരണം അപ്പൊ അത് ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. ഇപ്പോ നിഫാസിന്റെയോ മറ്റൊക്കെ രക്തവും മറ്റൊക്കെ ഉണ്ടാവാലോ. അതൊക്കെ ഉണ്ടെങ്കിൽ അപ്പൊ കഴുകണം. അതല്ലാത്ത രീതിയിൽ കഴുകേണ്ടതില്ല. അതായത് ഒരു നനവൊന്നും ഇല്ലാത്ത രീതിയിലാണെങ്കിൽ അപ്പോൾ കഴുകൽ വുജൂബില്ല. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പ്രസവത്തിന്റെ മുമ്പ് വരുന്ന വെള്ളവും അതിന്റെ കൂടെ വരുന്നതും ഒക്കെ ഏതാണ് നജസിൽ പെട്ടതാണ് നമ്മൾ ഇന്നലെ പഠിച്ചു. അപ്പൊ അതിന്റെ വസ്ത്രമേ മറ്റൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ കഴുകണം. ഇതൊന്നും ഇല്ലാത്ത അവസ്ഥയിലാണെങ്കിൽ കഴുകേണ്ടത് ഇല്ല. അതാണ് വലാ യജിബു ഗസ്ലു ദക്കരിൽ മുജാമിയെ, സംയോഗം ചെയ്ത ആളുടെ ലിംഗത്തെ കഴുകൽ വുജൂബില്ല. വൽ ബീളി, മുട്ടയെയും, വൽ വലതി, കുട്ടിയെയും. ഇനി അഫ്ത ഷെയ്ഖുന ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ ഫത്വയുണ്ട് ബിൽ അഫുവി അൻ റുതൂബത്തിൽ ബാസൂരി. ബാസൂർ എന്ന് പറഞ്ഞാല് നമ്മുടെ അർഷസിന്റെ ഉണ്ടല്ലോ, അർഷസിന്റെ പിന്നെ റുതൂബത്ത്, അതിന്റെ നനവിനെ തൊട്ട് അഫുവ് ഉണ്ട്. ആർക്കില്ല? മുബത്തലം ബിഹ, ആ റുതൂബത്ത് കൊണ്ട് മുബത്തലയാള്, പരീക്ഷിക്കപ്പെട്ട ആളെന്ന് പറഞ്ഞാൽ എപ്പോഴും അത് ഉണ്ടാകുന്നു, അത് കഴുകി വൃത്തിയാക്കി നിൽക്കാൻ കഴിയുന്നില്ല. അങ്ങനെ വന്നാൽ ആ ആൾക്ക് അതിൽ അഫുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്.
ഒക്കതാ ഇതുപോലെ തന്നെ, അതായത് മനിയ് പോലെ തന്നെയാണ് ബീളു ഗൈറി മൗകൂലി, തിന്നപ്പെടാത്തതിന്റെ മുട്ടയും അതുപോലെയാണ് എന്ന് പറഞ്ഞാൽ ശുദ്ധിയുള്ളതാണ്. വയഹല്ലു അക്ലുഹു, അതിനെ തിന്നൽ, ആ മുട്ടയെ തിന്നൽ എന്താണ്, ഹലാലാണ്. അലൽ അസഹായ അഭിപ്രായത്തിൽ, പ്രബലമായ അഭിപ്രായത്തിൽ പിന്നെ തിന്നപ്പെടാത്തതാണെങ്കിലും അതേതാണ്, ഗൈറു മൗക്കൂലാണ്, പക്ഷെ ത്വാഹിറാണ്, അത് ത്വാഹിറാണ്, ശുദ്ധിയുള്ളതാണ്. എന്നാൽ അതിന്റെ മുട്ട തിന്നലേതാണ് നമുക്ക് ഹലാലാണ്. അതിനെ പിന്നെ എന്തും ചെയ്യാം, അക്കില് കൊണ്ടുവരലും ഭക്ഷിക്കലും ഹലാൽ. അപ്പൊ അതാ പറഞ്ഞ വക്കത ബീലു ഗൈറു മൗക്കൂലിൻ, തിന്നപ്പെടാത്ത ശുദ്ധിയുള്ളതിന്റെ മുട്ടയും ഇതുപോലെയാണ്. ഏതുപോലെ വെച്ചാൽ മനിയ പോലെയാണ്, ശുദ്ധിയുള്ളതാണ്. വയഹല്ലു അക്ലുഹു, അതുകൊണ്ടൊരു ബുദ്ധിമുട്ടൊന്നും ഇല്ല, ഒരു ലററും വരൂല എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ അതിനെ തിന്നലും ഹലാലാണ് അലൽ അസഹി. ഇനി വശഅറു മൗകൂലിൻ, തിന്നപ്പെടുന്നതിന്റെ മുടി, രോമം, വരീഷുഹു, അതിന്റെ തൂവല്, ഇദാ ഉബീന ഫി ഹയാത്തി, അതിന്റെ ഹയാത്തിലാണ് അതിനെ ഇങ്ങോട്ട് അടർത്തിയെടുത്തത് എങ്കിൽ അതും എന്ത് തന്നെയാണ്, ശുദ്ധിയുള്ളതാണ്. എപ്പോൾ ഹയാത്ത് കാലത്ത് പിന്നെ കോഴിയുടെ ശരീരത്തിൽ നിന്നോ മറ്റോ ഒക്കെ എടുക്കുന്ന തൂവലുകൾ ഉണ്ടല്ലോ, ആ തൂവല് അല്ലെങ്കിൽ അതിന്റെ ഷഅറ്, മുടി, ഇതൊക്കെ ഏതാണ്, ശുദ്ധിയുള്ളതാണ്. ഇനി ഒരു സംശയം വന്നു, വലവ് ഷക്കഫി ഷഅർ, ഒരു മുടി കിട്ടി, അതിൽ സംശയിച്ചു, ഔ നഹവി, അല്ലെ മുടി പോലോത്തത്, ഔഹുവ മിനൽ മൗക്കൂലി ഔ മിൻ ഗൈരിഹി, ഇത് തിന്നപ്പെടുന്നതിനാണോ തിന്നപ്പെടാത്തതിനാണോ എന്നുള്ളൊരു സംശയം വന്നു. വഹലിം ഫസലമിൻ ഹയ്യൻ, ഇത് ജീവനുള്ളപ്പോൾ പിരിഞ്ഞതാണോ, ഔ മയ്യത്തിൻ, അല്ലെ മയ്യത്തിൽ നിന്നാണോ പിരിഞ്ഞത് എന്നതിലൊരു സംശയം വന്നാൽ അവിടെ എന്താണ് നമുക്ക് മസലയുള്ളത്, ഫഹുവ ത്വാഹിറുൻ, അത് ശുദ്ധിയുള്ളതാണ്. ഏത് സ്ഥിതിയിൽ, അത് പിന്നെ ചത്തയിന്നാണെന്നോ ജീവനില്ലാത്തതെന്നാണോ നമുക്ക് ഉറപ്പ് കിട്ടിയിട്ടില്ല അക്കാലത്തോളം. വഖിയാസുഹു, അതിന്റെ ഖിയാസ്, അപ്പോ ഹയ്യിൽ നിന്നാണോ മയ്യത്തിൽ നിന്നാണോ എന്ന സംശയം വന്നാൽ അവിടെ അത് ശുദ്ധിയുള്ളതാണ് എന്നതാണ് മനസ്സിലാക്കേണ്ടത്. കാരണം അസല് ശുദ്ധിയുള്ളതായതുകൊണ്ട് അതിനോടാണ് നമ്മൾ താരതമ്യം ചെയ്യേണ്ടത് എന്നർത്ഥം. വഖിയാസുഹു അന്നൽ അളുമ കദാലിക, വഖിയാസുഹു, ഈ ഷഅറിനോട് തുലനം ചെയ്യലാവുന്നത്, അന്നൽ അളുമ, തീർച്ചയായിട്ടും ഈ എല്ല്, അതുപോലെ തന്നെ തോല്, ഇതൊക്കെ കദാലിക്ക, ഇതുപോലെ തന്നെയാണ്. അതുപോലെ തന്നെ പിന്നെ മർമിയായ സാധനങ്ങൾ എന്ന് പറയും. ഇപ്പോ ഈ പാമ്പിന്റെ പിന്നെ ഊരിടുന്ന വള, അതുപോലെ അതിന്റെ തോലല്ല വള എന്നൊക്കെ പറയലോ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയും ഇതുപോലെയാണ്, അത് ശുദ്ധിയുള്ളതാണെന്നാണ് ഹുക്മ് ചെയ്യുക. അളുമ്, എല്ല്, അതുപോലെ ജിൽദ്, അതുപോലെ തന്നെ നമ്മൾ ആദത്തില് അളുമിന്റെ പുറത്തു നിന്നിട്ടൊക്കെ എറിയുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോ അതും കൂടി ഇതിന്റെ കൂട്ടത്തിൽ മനസ്സിലാക്കാം. അത്തരം സാധനങ്ങളൊക്കെയും ഇതുപോലെയാണ് എന്ന് പറഞ്ഞാല് ഷഅർ പോലെയാണ്. അന്നൽ അളുമ കദാലിക്ക, എല്ല് ഷഅർ പോലെയാണെന്ന് പറഞ്ഞാല് എല്ലും അതുപോലെ ജിൽദും ഒക്കെ ഇതേപോലെ തന്നെയാണെന്ന് പറഞ്ഞാൽ ശുദ്ധിയുള്ളതാണ്. വബിഹി, അതായത് ശുദ്ധിയുള്ളതാണ് എന്നത് കൊണ്ട് സർറഹ ഫിൽ ജവാഹിർ, ജവാഹിർ എന്ന കിതാബിൽ അത് വ്യക്തമാക്കി പറഞ്ഞിട്ടും ഉണ്ട്. അവിടെ പല അഭിപ്രായങ്ങളും അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഇത് അറുക്കപ്പെട്ടതിൽ നിന്നാണോ അറുക്കപ്പെടാത്തതിൽ നിന്നാണോ, അത് ജീവനുള്ളതാണോ ജീവനില്ലാത്തതാണോ എന്നൊക്കെ അവിടെ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇനി അത് മാത്രമല്ല, ഇങ്ങനെ ഷെയറോ മുടിയോ ഒക്കെ കണ്ടു, അപ്പോ അത് ഏകദേശം പിന്നെ ഈ ശുദ്ധിയെ മനസ്സിലാക്കാത്ത, അതിനെ പരിഗണിക്കപ്പെടാത്തവരുടെ നാട്ടിൽ നിന്ന് കിട്ടി, അതായത് മജൂസികൾ പോലത്തെവരൊക്കെ പറയുന്നുണ്ട്, അവരൊക്കെ നജസുമായിട്ട് ഇടപഴകുന്നവരാണ്. അപ്പൊ അങ്ങനത്തെ നാട്ടിലാണ് കിട്ടിയത്, പക്ഷെ അവരാരും അവിടെ ഇല്ലാത്തൊരു സ്ഥിതിക്കാണെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും കിട്ടിയാൽ അത് ശുദ്ധിയുള്ളതാണെന്ന് മനസ്സിലാക്കണം. അല്ല അവര് തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ്, ഇതിനെ പരിഗണിക്കപ്പെടാത്തതുമാണെങ്കിൽ അത് എന്തും മനസ്സിലാക്കണം, അത് ശുദ്ധിയില്ലാത്തതാണ്. ഇപ്പൊ ഉദാഹരണത്തിന് പിന്നെ നായനെ വളർത്തുന്ന വീടുകളിലുള്ള കുറെ ഏരിയകൾ ഉണ്ടാവും, അവിടെ കൂടുതൽ താമസിക്കുന്നതും ഇത് ശുദ്ധിയെ പരിഗണിക്കാത്ത ആൾക്കാരാണ്. അപ്പൊ അവിടെ അസിൽ എന്ത് തന്നെയാണ്, അവരും നായൊക്കെ ആയിട്ട് ഇടപഴകുന്നതായതുകൊണ്ട് അവിടെ ശരീരത്തിലും ഭക്ഷണത്തിലും ഒക്കെ ഇവര് തൊട്ടിട്ടും പിടിച്ചിട്ടുണ്ടാവുന്നതിന്. അപ്പൊ ആ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് വരും, അവരുടെ ഭക്ഷണമോ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അത് ശുദ്ധിയില്ലാത്തന്ന് ഹുക്മ് ചെയ്യേണ്ടി വരും.
അതേസമയത്ത് വെറും മുസ്ലിംസ് നമ്മൾ താമസിക്കുന്ന ഭാഗമാണ്, അവിടെ നായ്ക്കളും മറ്റുമൊക്കെ ഓടിട്ട് ചാടിയിട്ടുണ്ടാവും. പക്ഷെ അവിടുത്തെ അസൽ എന്താണ്? ശുദ്ധിയുള്ളതാണെന്നാണ്. കാരണം അത് ശുദ്ധി ഇല്ലാതെ വന്നാൽ അതിനെ നമ്മൾ ശ്രദ്ധിക്കുന്ന ആൾക്കാരാണ് എന്ന നിലക്ക് അങ്ങനെയും പരിഗണിക്കാം എന്നൊക്കെ ജവാഹറിൽ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വിശദീകരിച്ചിട്ടുണ്ട്. വബീളുൽ മൈത്തത്തി, ഇനി ശവത്തിന്റെ മുട്ട, ഇൻ തസ്വല്ലബ, അത് ഉറച്ചതാണെങ്കിൽ, അതിന്റെ തൊലി ഉറച്ചിട്ടുണ്ട് എങ്കിൽ ത്വാഹിറുൻ, ശുദ്ധിയുള്ളതാണ്. ഇല്ല, അങ്ങനെ തൊലി ഉറച്ചിട്ടില്ല എങ്കിൽ ഫ നജിസുൻ, അപ്പൊ എന്ത് പറയും? നജസാണ്. വസൂറ് കുല്ലി ഹയവാനിൻ, എല്ലാ ഹയവാൻ, എല്ലാ ജീവികളും, അത് പൂച്ചയാവട്ടെ മറ്റുള്ളതാവട്ടെ, ആ ഹയവാൻ ജീവിന്റെ ഒക്കെ സൂറ് എന്ന് പറഞ്ഞാൽ കുടിച്ചതിന്റെ ബാക്കിയുള്ള വെള്ളം എന്നർത്ഥം. അതാവുന്ന ത്വാഹിറുൻ, ശുദ്ധിയുള്ളതാണ്. ഹയവാനിൻ ത്വാഹിരിൻ ത്വാഹിറുൻ, ശുദ്ധിയുള്ള ഹയവാന് ഇപ്പൊ കോഴി ശുദ്ധിയുള്ളതാണ്, ആട് ശുദ്ധിയുള്ളതാണ്, പോത്ത് ശുദ്ധിയുള്ളതാണ്, അതുപോലെ തന്നെ എരുമ, കുതിര, ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഇത്തരം വസ്തുക്കളൊക്കെ കുടിച്ചതിന്റെ ബാക്കിയുള്ള വെള്ളം നമുക്ക് കുടിക്കാൻ പറ്റുമോ? ഇല്ലേ, കുടിക്കാം, ഒരു കുഴപ്പമില്ല, അതൊക്കെ ശുദ്ധിയുള്ളതാണ്. അപ്പൊ ശുദ്ധി ഇല്ലാത്ത സാധനമാണെങ്കിൽ, നായൊക്കെ ആണെങ്കിലോ അത് തലട്ട് വെള്ളമാണെങ്കിൽ കുടിക്കാൻ പറ്റില്ല, കാരണം ശുദ്ധി ഇല്ലാത്തതായതുകൊണ്ട്. അഫലോ അവിടെ അപ്പൊ അതൊക്കെ അത് ശുദ്ധിയുള്ളതാണ്. ഇനി അതിന്റെ വായ നജീസ ആയിട്ടുണ്ട്, ഈ പറഞ്ഞ താഹിറായ ജീവിയുടെ തന്നെ വായ എവിടെയോ വരുതി ടൈം നജീസ് ഉണ്ട്. സുമ്മ ബലഗഫി മായിൻ കലീന്, പിന്നെയാണ് അത് കുറഞ്ഞ വെള്ളത്തിൽ കൊണ്ടിട്ട് തലട്ടത്. ഔ മായിൻ, വെള്ളത്തിൽ അല്ലെങ്കിൽ ചായയില്, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ദ്രാവക രൂപത്തിലുള്ള വസ്തുക്കളില്. അപ്പൊ നോക്കണം, ഫൈൻഖാന, ഈ വുലൂഗ്, ഈ തലയിടൽ ഉണ്ടായത് ബഅദ ഗൈബത്തിഹി, അത് അങ്ങനെ തലയിൽ നജസ് കണ്ടിട്ടുണ്ട്, അങ്ങനെ ഓടിപ്പോയി, എലിക്കോ ഓടി മരത്തുമേ അതല്ലെങ്കിൽ നിലത്തോ എവിടെയൊക്കെ ചുണ്ടു അരതിയിട്ടൊക്കെ വന്നിക്കണത് എങ്കിൽ ബഅദ ഗൈബത്തി, അത് മറഞ്ഞതിന് ശേഷമാണ് ഈ വുലൂ ഉണ്ടായത്. യുംകിനു ഫിഹ, ആ ഗൈബത്തില് സാധ്യത ഉണ്ട്, ത്വഹാറത്തുഹു, എന്ത്, ആ ഫമു ശുദ്ധിയുള്ളതാവാൻ, ബി വുലൂഇ ഫി മായിൻ കസീറിൻ, ഒന്നുകിൽ അത് അധികരിച്ച വെള്ളത്തിൽ കൊണ്ട് തലട്ടിട്ടുണ്ടാവാം, ഔ ജാരിൻ, അല്ലെങ്കിൽ ഒഴുകുന്ന വെള്ളത്തിൽ അങ്ങനെ ഇട്ടിട്ടുണ്ടാവാം എന്ന് നമുക്ക് ഒരു ധാരണയും വന്നാൽ ലം യുനജ്ജിസുഹു, ആ ഫമ് ആ വെള്ളത്തെ നജസാക്കുകയില്ല. അതായത് നായന്റെ ചുണ്ടില് നജസ് കണ്ടിരുന്നു, അതിലേക്ക് ഓടിപ്പോയിട്ടുണ്ട്, അപ്പൊ എവിടെയൊക്കെ കലത്തുമേ മരത്തുമേ വെള്ളത്തിലൊക്കെ മുക്കിയിട്ട് മുങ്ങി അങ്ങനെ വന്നു, അങ്ങനെ ആ വായമുള്ള പോവാൻ സാധ്യത ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലായാൽ അപ്പോൾ ശുദ്ധിയുള്ളതാണെന്നാണ് ഹുക്കുമ ചെയ്യുക. പിന്നെ അത് വലോ ഇറൻ, അത് പൂച്ചയാണെങ്കിലും ശരി എന്നാണ്, പൂച്ചനെ അങ്ങനെ കാണിച്ചതെങ്കിലും ശുദ്ധിയുള്ളതാണ്. വല്ല ഇങ്ങനെ ശുദ്ധിയാവാനുള്ള സാധ്യത കണ്ടിട്ടില്ല എങ്കിൽ നജ്ജസ, ആ ഫമു നജീസാക്കുന്നതാണ് ഹു, ആ വെള്ളത്തിനെ, അപ്പൊ നജീസാണ് എന്ന് ഹുക്കുമും ചെയ്യുന്നതാണ്. നജീസിനെ സംബന്ധിച്ച് പറയുന്ന ബാബാണ്, ഓരോന്നും വ്യക്തമായിട്ട് എടുത്തെടുത്ത് നമുക്ക് പാഠം തരുന്നുണ്ട്. അപ്പൊ ഇൻഷാ അല്ലാഹ് വൈന നജസോ, ശുദ്ധി ഇല്ല എന്നാണ്, നജസാക്കുന്നതാണെന്ന് മനസ്സിലാക്കേണ്ടതാണ്. ഇൻഷാ അല്ലാഹ് അവിടെ ഇങ്ങോട്ട് ബാക്കി ഭാഗം നമുക്ക് അടുത്ത ദിവസം ശ്രദ്ധിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. എല്ലാവരും ദുആ ചെയ്യണമെന്ന് വസിയത്തോടെ. അസ്സലാമു അലൈക്കും.